ചാപ്റ്റർ 17 ആണ് അൺകൺസ്ട്രെയിൻഡ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയും. ഈ ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മാക്സിമം അല്ലെ മിനിമം എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ്. ഒന്നുകിൽ മാക്സിമം കാണുക അല്ലെ മിനിമം കാണുക. ഇതാണ് ഓപ്റ്റിമൈസേഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഫങ്ഷൻ ഫ്രം യു ടു ആർ എന്ന് കാണിക്കുന്നു. യു ആണ് അതിൻ്റെ ഡൊമെയിൻ, ഫങ്ഷൻ്റെ ഡൊമെയിൻ, ഫങ്ഷൻ്റെ വാല്യൂസ്, ഫങ്ഷൻ്റെ ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂസ് ഇവിടെയാണ്. യു എന്ന് പറഞ്ഞ ഒരു സെറ്റ്, അത് ഓപ്പൺ ഇൻ R⁴n ആണ്. 2 റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ ഒരു നമ്പർ എക്സ്ട്രാ, ഒരു നമ്പർ യുവിലുള്ളൊരു നമ്പർ ഒരു സ്ട്രിക്റ്റ് ലോക്കൽ മാക്സിമാണ് അല്ലെങ്കിൽ റിലേറ്റീവ് മാക്സിമം. സ്ട്രിക്റ്റ് റിലേറ്റീവ് മാക്സിമം, ലോക്കലിന് റിലേറ്റീവ് എന്ന് പറയും. മാക്സിമം ആവണമെങ്കിൽ ഈ ഒരു ലൊക്കാലിറ്റിയിൽ എക്സ്റ്റാറിലായിരിക്കണം എഫ് മാക്സിമം. അപ്പോൾ അതിനർത്ഥം ദർ ഈസ് എ ബോൾ ബി എബൌട്ട് എക്സ്റ്റാർ. എക്സ്റ്റാർ സെൻറ്ററായിട്ടൊരു ബോൾ ഉണ്ട്, റൗണ്ട് ഉണ്ട്. അപ്പോൾ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ്റ്റാർ ബാക്കി എല്ലാത്തിനേക്കാളും സ്ട്രിക്റ്റായിട്ട് കൂടുതലാണ് എഫ് ഓഫ് എക്സ്. ഈ എക്സ്റ്റാർ മാക്സിമം എന്ന് പറയണമെങ്കിൽ അവിടെയുള്ള ഫംഗ്ഷൻ്റെ വില ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷൻ്റെ വിലയേക്കാൾ കൂടുതലാവും. എവിടെ? ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ബി ഇൻ്റർസെക്ഷൻ യു. ഈ പറഞ്ഞ ബോളിൽ, എക്സിന് ചുറ്റുമുള്ള ബോളിൽ ഒരു ലൊക്കാലിറ്റിയിലാണ്. അത് മൊത്തത്തിൽ ഡൊമൈനിലാണെന്ന് പറയുന്നില്ല. മൊത്തത്തിൽ ഫോർ എവരി എക്സ് ബിലോങ്സ് ടു യു എന്നല്ല പറയുന്നത്. ഫോർ എവരി എക്സ് ബിലോങ്സ് ടു യു എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിലുള്ളതാണ്. പക്ഷേ ഇത് ഒരു എക്സ്റ്റാർ എന്ന് പറഞ്ഞാൽ ബിലോങ്സ് ടു യു ആണ്. അത് സ്ട്രിക്റ്റ് ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ സ്ട്രിക്റ്റ് റിലേറ്റീവ് മാക്സിമം ആവണമെങ്കിൽ എഫ് ഓഫ് എക്സ്റ്റാർ എഫ് ഓഫ് എക്സിനേക്കാൾ കൂടുതലായിരിക്കണം. ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ബി ആണ്. ഒരു എക്സിന് ചുറ്റുമുള്ളൊരു ബോളിലാണ്. ആ ബോള് ഇൻ്റർസെക്ഷൻ യു ആയിട്ട് ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പോൾ യൂലും വരണം. അങ്ങനെയാണ് പറയുന്നത്. ഇതാണ് സ്ട്രിക്റ്റ് ലോക്കൽ മാക്സിമത്തിൻ്റെ ഡെഫിനിഷൻ. ഇതേപോലെ സ്ട്രിക്റ്റ് ലോക്കൽ മിനിമം ആകുമ്പോൾ ഈ ചിഹ്നം കൊണ്ട് ഇതിങ്ങോട്ട് മാറുന്നില്ല, വേറൊന്നുമില്ല. ഇതേ ഡെഫിനിഷൻ തന്നെ. ഒരു ഡെഫിനിഷൻ പഠിച്ചാൽ അതിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. അതിൽ സ്ട്രിക്റ്റ് ലോക്കൽ മാക്സിമാണ് ഗ്രേറ്റർ ആയത്, അപ്പോൾ എക്സ്ട്രാ ഗ്രേറ്റർ ആയത്. അപ്പോൾ ലോക്കൽ മിനിമം അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം ആകുമ്പോൾ ചിഹ്നം ഇങ്ങനെ മാറുന്നില്ല. എഫ് ഓഫ് എക്സ്ട്രാ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ബി ഇൻ്റർസെക്ഷൻ യു. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തെ വിലയേക്കാൾ കുറവായിരിക്കും എക്സ്ട്രാറിലെ വില. അപ്പോൾ അത് സ്ട്രിക്റ്റ് ലോക്കൽ. സ്ട്രിക്റ്റ് പറയാൻ ലെസ് ദാൻ തന്നെയാണ്, ഈക്വൽ ആവില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന് എഴുതാൻ മതി, ലെസ് ദാൻ. ഇനി നമുക്ക് വെറുതെ ലോക്കൽ മാക്സിമം സ്ട്രിക്റ്റ് ആവണമെന്നില്ല. ലോക്കൽ മാക്സിമം എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊരു സംഭവം വേണമെന്നുണ്ട്. ഇക്വാലിറ്റി കൂടി ആവാം, സ്ട്രിക്റ്റ് അല്ല. അതാണ് ഇവിടെ. അതുപോലെ ലോക്കൽ മിനിമം എന്ന് പറയണമെങ്കിൽ അവിടെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരാം. ഒരേപോലെയുള്ള ഡെഫിനിഷനാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഇതൊക്കെ പറഞ്ഞ ലൊക്കാലിറ്റിയിലാണ്. ഒരു ബോളുണ്ട്, എക്സ്ട്രാറിന് അനുസരിച്ച് ഒരു ബോളുണ്ട്, ഒരു ലൊക്കാലിറ്റിയിലാണ് പറയുന്നത്. ഇനി അങ്ങനെയല്ല. ഇതേ കാര്യം തന്നെ. എക്സ്ട്രാർ ബിലോങ്സ് ടു ഈസ് എ ഗ്ലോബൽ മാക്സിമം അല്ലെങ്കിൽ അബ്സല്യൂട്ട് മാക്സിമം മൊത്തത്തിൽ എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സ്ട്രാ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു യു ആണ്. അങ്ങനെ ഒരു ബോളൊന്നുമില്ല, ലൊക്കാലിറ്റി ഒന്നും പറയണ്ട. ഫോർ എവരി എക്സ് ബിലോങ്സ് ടു യു ആണ്. അതുപോലെ ഗ്ലോബൽ മിനിമം ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. എഫ് ഓഫ് എക്സ്ട്രാ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ എവരി എക്സ്. എല്ലാറ്റിനേക്കാളും ചെറുതായിരിക്കണം എക്സ്ട്രാറിലുള്ള വില. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തെയും വിലയേക്കാൾ ചെറുതായിരിക്കണം എഫ് ഓഫ് എക്സ്ട്രാറിലുള്ള ഫംഗ്ഷൻ്റെ വില. അങ്ങനെയാണെങ്കിൽ ഗ്ലോബൽ മിനിമം എന്ന് പറയും. ഫോർ എവരി എക്സ് ആ ഡൊമൈനിൽ എല്ലാ സ്ഥലത്തും നോക്കിയിട്ട് മൊത്തത്തിൽ നോക്കിയിട്ടാണ് പറയുന്നത്. മറ്റേ ഒരു ലൊക്കാലിറ്റിയിൽ വെച്ചിട്ടാണ് പറയുക. അതാണ് ലോക്കൽ എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് മാക്സിമം. അത് ഗ്ലോബൽ എന്ന് പറയും അല്ലെങ്കിൽ അബ്സല്യൂട്ട് എന്ന് പറയും. ഇനി അടുത്തൊരു ഡെഫിനിഷൻ, എന്താണ് ക്രിറ്റിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രാർ എന്നുള്ളത് ഇതേപോലെ തന്നെ നേരത്തെ പോലെ തന്നെ എക്സ്ട്രാർ ഒരു ക്രിറ്റിക്കൽ പോയിൻ്റ് എന്ന് പറയണമെങ്കിൽ അതൊരു ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് വ്യൂ ആയിരിക്കണം. ഡൊമൈൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കണം. അവിടെ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് 1 ഡോ എഫ് ബൈ ഡോ എക്സ് 2 എക്സെട്രാ ഡോ എഫ് ബൈ ഡോ എക്സ്. ഇതൊക്കെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇതൊക്കെ എക്സ്ട്രാറിൽ വാല്യൂ 0 ആയിരിക്കണം.
അങ്ങനെയാണെങ്കിൽ ആ എക്സ്ട്രാറിന് ക്രിട്ടിക്കൽ പോയിൻ്റ് ഓഫ് എഫ് എന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് എല്ലാം 0 ആയിരിക്കണം ആ പോയിന്റിൽ. അപ്പോൾ അങ്ങനെയുള്ള പോയിൻ്റാണ് ക്രിട്ടിക്കൽ പോയിൻ്റ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷനൊക്കെ പഠിച്ചു വെക്കണം. ഇനി അടുത്ത ഡെഫിനിഷനിൽ നമ്മളൊരു നൊട്ടേഷനാണ് പറയുന്നത്. ഒരു നൊട്ടേഷൻ, ചെറിയ നൊട്ടേഷനാണ്. fx1 എന്ന് എഴുതിയാൽ ∂f/∂x1 എന്നർത്ഥം. fx2 എന്ന് എഴുതിയാൽ ∂f/∂x2 എന്നർത്ഥം. fx എന്നാൽ ∂f/∂x എന്ന് അറിയാം. ഇതൊക്കെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്, ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ഇനി വീണ്ടും fx1 x1 എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഡെറിവേറ്റീവ് ആണ്. ∂x1 ∂f/∂x1. x1 വീണ്ടും x1, ∂f/∂x1 വീണ്ടും വിത്ത് റെസ്പെക്ട് എക്സിന് ഡെറിവേറ്റീവ് ആണ്. അതായത് ∂2f/∂x1² എന്ന് നൊട്ടേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ∂2f/∂x1 എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇതാണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. അതായത് fx1നെ ∂f/∂x1 വിത്ത് റെസ്പെക്ട് x1, വിത്ത് റെസ്പെക്ട് x2, വിത്ത് റെസ്പെക്ട് ടു എല്ലാം x3 ആണ് ഇങ്ങനെ എഴുതാം. x3 എക്സെട്ര. ഇതുപോലെ ∂f/∂x2നെ വിത്ത് റെസ്പെക്ട് x1, അപ്പോൾ x1 x2 ആണ് ഓർഡർ ഉണ്ട്. x1 x2 അതിങ്ങനെയാണ്, ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇനി നമുക്ക് എന്താണ് ഹെസ്സൻ എന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ. ഹെസ്സൻ എന്തായിരുന്നു? ∂f/∂x ആദ്യം എഴുതും, പിന്നെ ഓരോന്നിനനുസരിച്ചും, പിന്നെ ∂f/∂y എഴുതും, ഇനി പിന്നെ ഓരോന്നിനനുസരിച്ചും സെക്കൻഡ് റോയിൽ എഴുതും. അത് ഈ നൊട്ടേഷൻ പ്രകാരം fxx fyx fxy fyy എന്ന് എഴുതാം. ഈ നൊട്ടേഷൻ അങ്ങനെയാണ് ഓർഡർ. ആദ്യം വിത്ത് റെസ്പെക്ട് എക്സ്, വീണ്ടും വിത്ത് റെസ്പെക്ട് എക്സ്, ആദ്യം വിത്ത് റെസ്പെക്ട് എക്സ്, അതിന് വിത്ത് റെസ്പെക്ട് വൈ, ആദ്യം വിത്ത് റെസ്പെക്ട് വൈ, പിന്നെ വിത്ത് റെസ്പെക്ട് എക്സ്, ആദ്യം വിത്ത് റെസ്പെക്ട് വൈ, പിന്നെയും വിത്ത് റെസ്പെക്ട് വൈ. ഇങ്ങനെയാണ്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, അങ്ങനെയാണ്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഈ ഓർഡർ തന്നെ, ഈ ഓർഡർ തന്നെ. ആദ്യം ∂f/∂x കാണും, പിന്നെ ∂f/∂x. ഒന്നുകൂടി ഇവിടെ ഉണ്ടോ? ആദ്യം ∂f/∂x കാണും, പിന്നെ വിത്ത് റെസ്പെക്ട് വൈ ഉണ്ടോ? ഇത് ആദ്യം ഇത്, പിന്നെ ഇത്, അങ്ങനെയാണ് നൊട്ടേഷൻ. അപ്പോൾ ഇത് നമുക്കറിയാവുന്ന എസ്എൻ മാട്രിക്സ് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി 3 വേരിയബിൾ ആകുമ്പോൾ ചെറിയ മാറ്റം വരും. ആദ്യം fx ഉണ്ടാവില്ല, ∂f/∂x, അതിന് വിത്ത് റെസ്പെക്ട് എക്സ് ഉണ്ടാവും, വിത്ത് റെസ്പെക്ട് വൈ ഉണ്ടാവും, വിത്ത് റെസ്പെക്ട് സെറ്റ് ഉണ്ടാവും. അത് fxനെ തന്നെ ഓരോന്നിനനുസരിച്ചിട്ട്. അടുത്ത റോയിൽ fyനെയാണ് ഓരോന്നിനനുസരിച്ച് എക്സ് വൈ സെറ്റ്. അടുത്ത റോയിൽ fz ആണ് കേട്ടോ. fzനെ വിത്ത് റെസ്പെക്ട് എക്സ് വൈ സെറ്റ്. ഇതാണ് 3 വേരിയബിളിന് വരിക. ഇനി പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഇവിടെയാണെങ്കിൽ ഇതാണ് പ്രിൻസിപ്പൽ ഡയഗണൽ, ഈ രണ്ടെണ്ണം. അപ്പോൾ മെയിൻ ഡയഗണൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയാണെങ്കിൽ fxx fyy fz ആണ്. ഇനി ലീഡിങ് പ്രിൻസിപ്പൽ മൈനസ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ, ലീഡിങ് പ്രിൻസിപ്പൽ മൈനസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ മെയിൻ ഡയഗണൽ അറിയാലോ, അത് വെച്ചിട്ടുള്ള കുറേ ഡിറ്റർമിനൻസ് ആണ്. അത് വെച്ചുണ്ടാക്കുന്ന ഡിറ്റർമിനൻസിന് പറയുന്ന പേരാണ് ലീഡിങ് പ്രിൻസിപ്പൽ മൈനസ് ഓഫ് എഫ് എന്ന് പറയാം. അത് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ റെസ്പെക്റ്റീവ്ലി ഉണ്ട്. അതെങ്ങനെയാണ് പറയുന്നത് നോക്കാം. ഇവിടെ നമ്മൾ എസ്എൻ മാട്രിക്സ് എഴുതി കഴിഞ്ഞു വിചാരിച്ചു. എന്നിട്ട് ഇത് മാത്രം എടുക്കുക, പ്രിൻസിപ്പൽ ഡയഗണലിൽ ഇത് മാത്രം എടുക്കുക. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ആ നമ്പർ തന്നെയായിരിക്കും ഡിറ്റർമിനൻറ്റ്. പിന്നെ ഇതും ഉൾപ്പെടുന്ന ഡിറ്റർമിനൻറ്റ്, അതാണ് സെക്കൻഡ് ഓർഡർ പ്രിൻസിപ്പൽ മൈനർ. പിന്നെ ഇത് 3 ഉൾപ്പെടുന്ന ഡിറ്റർമിനൻറ്റ് ഫുള്ള്. ഇതിനാണ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ലീഡിങ് പ്രിൻസിപ്പൽ മൈനസ് പറയുന്നത്. ആദ്യത്തെ എലമെൻറ്റ് മാത്രം, അതിൻ്റെ ആൻസർ അത് തന്നെയായിരിക്കും. പിന്നെ അത് രണ്ടും കൂടിയുള്ള ഡിറ്റർമിനൻറ്റ്, പിന്നെ ഇത് 3ഉം കൂടിയുള്ള ഡിറ്റർമിനൻറ്റ്. അത് മൊത്തത്തിൽ ഇതിങ്ങനെ 3 എണ്ണം വരും. ഇതിനാണ് പ്രിൻസിപ്പൽ മൈനസ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. ഇനി പറയുന്ന കാര്യത്തിൽ ഈ പറയുന്ന ഹെസ്സൻ മാട്രിക്സ് D²F പോസിറ്റീവ് ഡെഫിനിറ്റ് പറയണമെങ്കിൽ ഈ പറഞ്ഞ പ്രിൻസിപ്പൽ മൈനസ് ഒക്കെ ഇല്ലേ, നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ഇങ്ങനെ ഡിറ്റർമിനൻ്റ് എടുക്കുമല്ലോ. നേരത്തെ പറഞ്ഞത് ഈ 3 ഡിറ്റർമിനൻ്റ് ഇല്ലേ, ആ 3 ഡിറ്റർമിനൻ്റ് 3ഉം പോസിറ്റീവ് ആണെങ്കിൽ, സ്ട്രിക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഈ D²F എന്ന് പറയുന്നത് പോസിറ്റീവ് ഡെഫിനിറ്റ് എന്നാണ് പറയും. ഇനി ഇത് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് പറയണമെങ്കിൽ 3ഉം
പോസിറ്റീവ് തന്നെ ആക്കണമെന്നില്ല, ചിലപ്പോൾ സീറോ ആവാം. അതായത് നോൺ നെഗറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആവും. ഇതിൻ്റെ ലീഡിങ് പ്രിൻസിപ്പൽ മൈനസ് ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. സീറോ ആവാം, പോസിറ്റീവ് ആവാം. അതിനാണ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. ഡി സ്ക്വയർ ഓഫ് നെഗറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയണമെങ്കിൽ ഈ ആദ്യത്തെ പ്രിൻസിപ്പൽ മൈനർ നെഗറ്റീവും അടുത്ത പോസിറ്റീവ് അടുത്ത നെഗറ്റീവ് അങ്ങനെ പോകണം. ആദ്യത്തെ വാല്യൂ നെഗറ്റീവ്, ഫസ്റ്റ് നെഗറ്റീവ് ആയിരിക്കണം മനസ്സിലാക്കുക, സെക്കൻഡ് പോസിറ്റീവ്, തേർഡ് ഓർഡർ മൈനർ നെഗറ്റീവ്, ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഡെഫിനിറ്റ് പറയും. നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് പറയുമ്പോൾ എന്തായിരിക്കും? ഇത് ഇക്വാലിറ്റിക്ക് സീറോ കൂടി ആവാം. ആദ്യത്തത് നെഗറ്റീവ് ആർ സീറോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും. രണ്ടാമത്തെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ, മൂന്നാമത്തെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ. ഇങ്ങനെയാണ് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് പറയും. ഇനി ഇൻഡെഫിനിറ്റ് പറഞ്ഞത് രണ്ടും അല്ലെങ്കിൽ നൈദർ പോസിറ്റീവ് ഡെഫിനിറ്റ് ആവില്ല, നെഗറ്റീവ് ഡെഫിനിറ്റ് ആവാതെ ഡി സ്ക്വയർ എഫ് വന്നാൽ ഇൻഡെഫിനിറ്റ് എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് നൊട്ടേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും. ഓക്കെ.